മൈ യൂട്യൂബ് ചാനൽ ഡ്രഗ്സ് ദർശന. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പം ഏകദേശം 1 year ആവാൻ പോവാണ്. 1 year ആയിട്ടില്ല. കഴിഞ്ഞ ജൂലൈ 11th ഞാൻ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജൂലൈ 11th വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വർഷത്തെ ഒരു ജേണി എങ്ങനെയുണ്ടെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ എന്ന് കരുതി. കാര്യം ഇന്നിപ്പോൾ ഒരു സൺഡേ ആണല്ലോ. ഇനിയിപ്പോൾ ജൂലൈ 11th എങ്ങനെ പോയാലും ഒരു വർക്കിംഗ് ഡേ ആയിരിക്കും. സോ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഐ തോട്ട് ലൈക്ക് ഓക്കെ ഇന്ന് അത് വീഡിയോ ചെയ്യാമെന്ന്. സോ എൻ്റെ ഈ ഒരു വർഷത്തെ ഒരു ജേണി എന്ന് പറയുന്നത് ഭയങ്കര ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് ഭയങ്കര അടിപൊളിയാണ്. എനിക്കതല്ലാണ്ട് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യണമെന്ന് ഉള്ളൊരാഗ്രഹം എല്ലാ യൂട്യൂബ് ചാനൽസിനെ പോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. കാര്യം അതിന് കൺസിസ്റ്റൻസി പ്രോപ്പറായിട്ട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എനിക്ക് അനലൈസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാര്യം ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഷോർട്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റായിട്ട് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കങ്ങനെ പറ്റുന്നുണ്ടായില്ല. അത് ഒന്നാമത് ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു കാര്യം ടൈം കിട്ടാത്തതിൻ്റെത് മാത്രമല്ല, മേ ബി എൻ്റെ കണ്ടൻറ്റ് ആൾക്കാർക്ക് അത്ര കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. എന്ത് കാരണമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പോൾ എന്ത് തന്നെയാണേലും ഞാനിതിവിടെ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും ഞാൻ കണ്ടിന്യൂ ചെയ്യും. എനിക്ക് ഇത് മടുക്കുന്നത് വരെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എനിക്കിത് എത്ര കാലം ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റും അത്രയും കാലം ഞാൻ ഇനിയും ഇത് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ള വീഡിയോസ്, പിന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എന്തായാലും ഞാൻ ചെയ്തിരിക്കും, അതിലൊരു സംശയമില്ല. സോ എനിക്ക് ഭയങ്കര എന്താ പറയുക, എല്ലായിടത്തും ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇപ്പം 319, അതായത് 319 പീപ്പിൾസാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതിൽ എന്നെ അറിയുന്ന, അതായത് എൻ്റെ സക്സസ് ആഗ്രഹിക്കുന്ന വളരെ കുറച്ച്, ഒരു മിനിറ്റ്, ലൈറ്റ് ഇട്ടതാണ്. കുറച്ച് മുന്നേ വരെ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പോട്ട് തപ്പി കണ്ടുപിടിച്ച് ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പോഴത്തേക്കും ക്ലൈമറ്റ് മാറി, ഒരു മഴയൊക്കെ പെയ്യേണ്ട ഒരു മൂഡി ക്ലൈമറ്റായി. സോ ഞാൻ ലൈറ്റ് ഇട്ടതാണ്. അല്ലെങ്കിൽ കാണില്ല, ഐ മീൻ ക്യാമറൻ്റെ ക്ലാരിറ്റിയൊക്കെ ചിലപ്പോൾ കുറയും. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടതാണ്. സോ ഞാൻ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ 319 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അല്ലായിരിക്കും. കാര്യം അല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ബിക്കോസ് ഒരുപാട് ന്യൂ ഫേസസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽസ്. സോ അവരുടെ അടുത്താണ് എനിക്ക് ആദ്യമായിട്ട് താങ്ക്സ് പറയാനുള്ളത്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നില്ല കേട്ടോ. പക്ഷേ ഒരു പരിചയമില്ലാത്ത എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങളോടാണ് എൻ്റെ ബിഗ് താങ്ക് യു. സോ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ഞാൻ ഏതെങ്കിലും വിധത്തിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് ഞാൻ ഉയർന്ന് കണ്ടിട്ടില്ല എങ്കിൽ ഐ എം റിയലി സോറി. ബട്ട് ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ദാറ്റ്സ് മൈ പ്രോമിസ് ടു യു ഗൈസ്. ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് നമുക്ക് തുറന്നു. ആദ്യത്തെ ഈ ഒരു വർഷം, അതായത് കഴിഞ്ഞ ജൂലൈ തൊട്ട് ഈ ഒരു ജൂലൈ വരെ എനിക്ക് ഒരു പരീക്ഷണമായിരുന്നു. എങ്ങനെയായിരിക്കും, ഐ മീൻ എങ്ങനെ വീഡിയോ എടുക്കാമെന്ന് എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ പോലും എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ വരെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വളരെ ഫണ്ണി ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിക്ക് ഞാൻ ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഹസ്ബൻഡ്, അതായത് അപ്പൂനും അയച്ചു കൊടുത്തിട്ടുണ്ടായി. ഞാനിങ്ങനെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിറം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോ പറയണത് പോലെ ഒരു ചെറിയൊരു ഫണ്ണിയായിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്പ് എടുത്ത് ഞാൻ അവൻ്റെ അനിയത്തിക്ക് അവന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കല്യാണത്തിന് മുന്നേ ആയിരുന്നു. അത് ഞാൻ ശരിക്കും തമാശയ്ക്ക് ചെയ്തതാണ്, ശരിക്കും വിചാരിച്ചിട്ട് ചെയ്തതൊന്നുമല്ല. അപ്പോൾ കൃത്യം പറയുകയാണെങ്കിൽ ആ മാസം കഴിഞ്ഞ്, അതായത് എൻ്റെ കല്യാണത്തിൻ്റെ ഒരു മാസം മുന്നേ ഞാൻ വീഡിയോ ചെയ്തത്, തമാശയ്ക്ക് ചെയ്തൊരു വീഡിയോ അത്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീഡിയോ പെട്ടെന്നാണ് കേട്ടോ, പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്താലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ തുടങ്ങി. ആദ്യമൊക്കെ കുറച്ച് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വ്യൂസൊക്കെ എന്താ പറയുക പറ്റ കുറഞ്ഞു വന്നു. എനിക്കറിയില്ല എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആണോ, അല്ലെങ്കിൽ ഞാൻ
സെയിം ആയിട്ട് ഞാൻ യൂഷ്വലി വ്ളോഗ്സ് തന്നെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സൺഡേ വ്ളോഗ്സ്, സാറ്റർഡേ വ്ളോഗ്സ്, യൂഷ്വൽ വ്ളോഗ്സ് പറഞ്ഞാൽ വ്ളോഗ്സ് തന്നെയായിരുന്നു സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വ്ളോഗ്സിനാണ് കൂടുതൽ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്. സോ ഐ തോട്ട് ലൈക്ക് ഓക്കെ, എൻ്റെ വ്ളോഗ്സിനാണ് കൂടുതൽ പ്രേക്ഷകർ കാണാറുള്ളത്, സോ ഞാൻ ആ ഒരു പാറ്റേൺ ചെയ്യാന്ന്. പിന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ എൻ്റെ വ്ളോഗിനും റീച്ച് കുറഞ്ഞു. അപ്പം ഞാൻ മാറ്റിയത്. അത് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ ഞാൻ അതിലെല്ലാം ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഫുഡ് കണ്ടന്റ് ഉണ്ട്, മോട്ടിവേഷണൽ വീഡിയോ ഉണ്ട്, മേക്കപ്പിൻ്റെ ഹൗ ടു സ്റ്റൈൽ ഉണ്ട്, ആൻഡ് വ്ളോഗ്സ് ഉണ്ട്, ട്രാവൽ വ്ളോഗ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. സോ എൻ്റെ ഈ ഒരു വർഷത്തെ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പരീക്ഷണമായിരുന്നു, എക്സ്പെരിമെൻ്റലായിരുന്നു. എങ്ങനെയാണ്, അതായത് എന്തൊക്കെ കണ്ടന്റ് ചെയ്താലാണ് ആൾക്കാർക്ക് ഇഷ്ടമാവാന്ന് ഞാൻ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാ ടൈപ്പ് ജേർണറിലുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തത്. സോ കുറച്ചൊക്കെ എനിക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാവുക. എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല മോണിറ്റൈസിൻ്റെ ആവത്തേൽ. നമ്മൾ വെറുതെ ആഡ് വെച്ചിട്ട് മാത്രം കാര്യമില്ല, അതിന് വേണ്ടി പ്രയത്നിക്കുക കൂടി ചെയ്യണമല്ലോ. പിന്നെ ഒരുപാട് ഞാൻ മടി പിടിച്ചിരുന്നിട്ടില്ല കേട്ടോ. എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം എന്ന് പറയാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു മാക്സിമത്തിൻ്റെ തൊട്ട് താഴെ വരെ ഞാൻ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മാക്സിമം ഞാൻ ചെയ്തിട്ടില്ല ഫോർ ഷുവർ, അതെനിക്കറിയാം. കാര്യം മാക്സിമം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മോണിറ്റൈസ്ഡ് ആവുമല്ലോ. സോ ഐ എം റിയലി ഹാപ്പി. കുറച്ച് പേരെങ്കിലും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്പോൾ കളിയാക്കാനാണെങ്കിലും ചില ആൾക്കാർ പറയുന്നുണ്ടോ അവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളാണ് എന്നൊക്കെ. അപ്പം എന്താ പറയുക, താങ്ക് യു ഗൈസ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പം എനിക്ക് നല്ലൊരു പറയാനുള്ളത് താങ്ക് യു ആണ്. തുടർന്നും ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ അടുത്താണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് തുടർന്ന് വേണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. സോ ഞാൻ കൂടുതൽ വലിച്ചു നിർത്തുന്നില്ല. എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം, ബിക്കോസ് നല്ല മഴ വരുന്നുണ്ട് പുറത്ത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഭയങ്കര മഴയാണ് വരാൻ പോകുന്നത്. സോ അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നല്ല കാറ്റും വരുന്നുണ്ട്. സോ ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ.